വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. അന്തിമഹാകാളങ്കാവ് വേലപ്പാട്ട് ആൽബത്തിന്റെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച ആൽബത്തിൽ സന്നിധാനത്തിനുൾപ്പെടെ പ്രമുഖ ഗായകർ അണിനിരക്കുന്നു. ആരംഭം പാട്ടൊന്ന് പാടണ പുന്നാരേ, ഓലേലയ്യലേലോ ഓലേലേലോ ഓലേലയ്യലേലോ ഓലേലേലോ. അന്തിമഹാകാളങ്കാവ് വേലയുടെ ആവേശക്കാഴ്ചകൾക്ക് സംഗീതത്തിന്റെ അകമ്പടിയേകി ശ്രീകുമാർ മാമ്പറ്റ നിർമ്മിച്ച വേലപ്പാട്ട് ആൽബത്തിന്റെ ബ്രോഷർ പ്രകാശനം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. അന്തിമഹാകാളങ്കാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രൊഡ്യൂസർ ശ്രീകുമാർ മാമ്പറ്റയുടെ മാതാവ് ശ്രീദേവി മാമ്പറ്റ വേല കോർഡിനേഷൻ പ്രസിഡന്റ് സുനിലിന് ബ്രോഷർ നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. നമസ്കാരം. MS മ്യൂസിക് സോണിന്റെ 9ാമത്തെ ആൽബമാണ് ദൈവികമായിട്ടുള്ള ആൽബങ്ങൾ. അതിൽ 2ാമത്തെ കാളപ്പാട്ടിൻ്റെ ആൽബമാണത്. എല്ലാവരും യൂട്യൂബിലല്ലേ, ഇത് യൂട്യൂബിലാണ്. അവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാളപ്പാട്ടുകൾ നിങ്ങൾ മാക്സിമം അത് കാണുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ അന്തിമാളൻ്റെ പ്രശസ്തി ലോകത്തെല്ലാവരുടെയും വ്യാപിപ്പിക്കട്ടെ. ഇവർ ഇങ്ങനൊരു ശ്രീകുമാർ മാമ്പറ്റ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ ദേശത്തിൻ്റെ ഒരു രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം പ്രവൃത്തികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഗംഭീര വിജയമാവട്ടെ. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവിധ ആശംസകളും. ഇവരുടെ മാമ്പറ്റയുടെ അമ്മയിൽ നിന്നാണ് ഇതിൻ്റെ ഏറ്റുവാങ്ങിയത്. എല്ലാവിധ ആശംസകളും. ഇനിയും കൂടുതൽ ആൽബങ്ങൾ ഇറക്കാൻ ശ്രീകുമാറിനും ടീമിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അന്തിമഹാകാളങ്കാവിലെ ഐതിഹ്യവും പ്രസിദ്ധമായ കാളവരവും കാളക്കളിയുമെല്ലാം ഇതിവൃത്തമാക്കിയാണ് ഈ ഫോക്ലോർ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. പ്രശസ്ത പിന്നണി ഗായകൻ സന്നിധാനന്ദും നവീൻ ചേലക്കരയും ചേർന്ന് ആലപിച്ച ഗാനങ്ങൾ ആൽബത്തിന്റെ പ്രധാന ആകർഷണമാണ്. അത്യാധുനിക സംഗീതോപകരണങ്ങളുടെ സഹായത്തോടെ നാടൻ പാട്ടിന്റെ തനിമ ചോരാതെയാണ് ഇതിന്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത്. ചേലക്കര സ്വദേശികളായ മോഹൻ തോട്ടത്തിൽ, നവീൻ, ചെറുതുരുത്തി സ്വദേശി ജിത്തു എന്നിവർ ചേർന്നാണ് ആൽബത്തിലെ വരികൾ എഴുതിയത്. നമസ്കാരമുണ്ട്. എൻ്റെ പേര് നവീൻ, തോന്നൂർക്കാണ് സ്ഥലം. ഇത് വേലപ്പാട്ട് എന്ന് പറയുന്ന ഒരു കാളപ്പാട്ടായിട്ടുമാണ് MS മ്യൂസിക് സോൺ ഈ പ്രാവശ്യം ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു സുഹൃത്താണ് ജിത്തു ചെറുതുരുത്തി, പിന്നെ മോഹൻ തോട്ടത്തിൽ, പിന്നെ ഇതിൻ്റെ കോർഡിനേഷൻ A to Z, സ്റ്റുഡിയോ അറേഞ്ച്മെൻറ്റ്സ്, മ്യൂസിക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഷാജി. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ സുഹൃത്ത് ചേലക്കരയുടെ എല്ലാമായ ശ്രീകുമാർ മാമ്പറ്റ, എൻ്റെ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ ഐഡിയയിലൂടെയാണ് നമ്മളിപ്പോൾ 2ാമത്തെ ആൽബം നമ്മൾ റിലീസിന് ഒരുങ്ങുന്നത്. ഈ വരുന്ന ശനിയാഴ്ച നമ്മളിത് യൂട്യൂബിൽ ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. MS മ്യൂസിക് സോൺ എന്ന് പറയുന്ന ബാനറിലാണ് നമ്മളിത് വേലപ്പാട്ട് എന്ന കാളപ്പാട്ട് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സജിത്ത് ശങ്കർ, OK ഗോപി എന്നിവർ ചേർന്ന് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചപ്പോൾ ചേലക്കര സ്വദേശി ഷാജിമോൻ കോർഡിനേഷൻ ചുമതലകൾ നിർവഹിച്ചു. ചേലക്കര പഞ്ചായത്തിൻ്റെ തിളങ്ങുന്ന ഒരു അമ്പലമാണ് അന്തിമഹാകാളങ്കാവ്. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ടൂടെ ഒരു കാളപ്പാട്ട് ജനിക്കുന്നത്. നമ്മളിലൂടെ നമ്മുടെ സുഹൃത്ത് നവീനും ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അത് നടന്നത്. അതിനുശേഷം 2 വർഷം മുമ്പ് നമ്മൾ അന്തിമാളിൻ്റെ കാളപ്പാട്ട് ചെയ്തിരുന്നു. ശ്രീകുമാർ മാമ്പറ്റയുടെ ആൽബമായിട്ടാണ് നമ്മളന്ന് വന്നത്. ഇന്ന് ഈ MS മ്യൂസിക് സോൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ 9ാമത് കാളപ്പാട്ട് വേലപ്പാട്ട് കലോപഹാരമാണ് ഇന്ന് ഇവിടെ ഈ കാവിൻ്റെ നടയിൽ വെച്ച് പ്രകാശനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം MS മ്യൂസിക് സോണിൻ്റെ ഒരു അഡ്മിൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ രക്ഷകർത്താവ് എൻ്റെ സുഹൃത്തായ ശ്രീകുമാർ മാമ്പറ്റ. ഞങ്ങളുടെ ഈ 9 ആൽബങ്ങളും ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രകാശന കർമ്മം ചെയ്തത് ഞങ്ങളുടെ അമ്മയാണ്. ശ്രീകുമാർ മാമ്പറ്റയുടെ
അമ്മയാണ് സാധാരണ ചെയ്യാറ്. ഇതും അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്തു. അത് വളരെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം. കൂടെ ഇന്ന് ശ്രീകുമാർ മാമ്പറ്റ ദുബായിലാണ്. ആ ഒരു കുറവിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങളത് ഭംഗിയായിട്ട് തന്നെ ഇവിടെ നിർവഹിക്കും. ഈ കാളപ്പാട്ടിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ വർഷവും നമ്മുടെ നാട്ടിലുള്ള 2-3 സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഈ കാളപ്പാട്ട് ഞങ്ങൾ പുറത്തു വരാറ്. ഇപ്രാവശ്യം ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടറിയുന്ന വീടറിയുന്ന ഒരു കലാകാരൻ സന്നിധാനന്ദനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ എൻ്റെ സുഹൃത്തായ നവീനും പാടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് രണ്ടുപേരും ഇത് പാടി വെച്ചിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ ഈ വരികൾ കണ്ടെത്തിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായ, എൻ്റെ തട്ടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒന്ന് മോഹൻ തോന്നൂർക്കരയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അതുപോലെ ജിത്തു ചെറുതുരുത്തി, ഇവർ രണ്ടുപേരുടെ ഈരടികളിലാണ് നമ്മൾ ഇതിനെ കമ്പോസ് ചെയ്ത് നവീനും സന്നിധാനത്തിനും പാടി വെച്ചിട്ടുള്ളത്. ഈ MS മ്യൂസിക് സോണിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇതിവിടെ നടക്കുന്നു, പ്രകാശനം നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ പ്രേക്ഷകരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. MS മ്യൂസിക് സോൺ ഈ ചാനലിനെ എല്ലാവരും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് അതിനകത്തൊരു ലൈക്ക്, നിങ്ങളുടെ ഇഷ്ടം അതിനകത്ത് ഒരു കമൻറ്റിലൂടെ പ്രകടിപ്പിച്ച് ഈ ചാനലിനെ റീച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞങ്ങളെന്ന ഈ ചെറിയ കലാകാരന്മാർക്കൊക്കെ അത് വളരാനുള്ള വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം 100%. ഈ ഒരു അവസരത്തിൽ ഏറ്റവും ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ശ്രീകുമാർ മാമ്പറ്റയ്ക്ക് അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, ഈ അമ്മയ്ക്ക് വയ്യ ശരിക്കും, എന്നാലും വയ്യ, മരുന്നും മെഡിസിനിലൊക്കെയാണ് ഈ അമ്മ. ഈ അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഈ അമ്മയുടെ കടപ്പിനും ഇരിപ്പിനും നടപ്പിനൊക്കെ അന്തിമാളൻ്റെ കാവലുണ്ടാവട്ടെ, പടച്ചോൻ്റെ ഒരു കാവൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. MS മ്യൂസിക് സോണിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന 9ാമത് ആൽബമാണിത്. ഇതിൽ 2ാമത്തെ കാളപ്പാട്ട് ആൽബം എന്ന സവിശേഷതയും ഇതിനുണ്ട്. ചടങ്ങിൽ വാർഡ് മെമ്പർ ശുഭലക്ഷ്മി, മുൻ മെമ്പർ TA കേശവൻകുട്ടി, സാമൂഹിക പ്രവർത്തകൻ റസാഖ് പത്തുകുടി, ക്ഷേത്ര മേൽശാന്തി പുതുമന രവി നമ്പൂതിരി, നിർമ്മാതാവിന്റെ പത്നി മഞ്ജു ശ്രീകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ MS മ്യൂസിക് സെന്ററിന്റെ 9ാമത്തെ കേസറ്റാണ് ഇറക്കുന്നത്. അതിൽ 2 കാളപ്പാട്ട് 2 കേസറ്റാണ് ഇപ്പോൾ ഇറക്കിയിറങ്ങുന്നത്. എന്തായാലും ഇത് നമ്മുടെ കൂട്ടുകാരൻ വളരെയേറെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ദിവസവും പരിപാടികളപ്പോൾ ആൾക്ക് ഓരോ മ്യൂസിക്കും ഓരോ പരിപാടിയും പാട്ടും കേസറ്റായിട്ട് നടക്കാണ് ഇപ്പോൾ. എന്തായാലും നല്ല പരിപാടിയായിട്ട് ഇത് നല്ല വിജയിക്കട്ടെ എന്നാണ് പറയാറുള്ളത്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ പണ്ടൊക്കെ ഞങ്ങളെങ്ങനെ ചെയ്യും, ഈ പാടത്ത് വന്ന കാളപ്പാട്ട് ഏലല്ലോ പോലെയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇവിടെ കളിക്കലാണ്. അങ്ങനെയാണ് കാളപ്പാട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ പാട്ട് ഇപ്പോൾ പല ദേശക്കാരും പല പാട്ടുകളായി ഇപ്പോൾ അങ്ങനെ കാളപ്പാട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും അതേമാതിരി നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ദേശത്തെ ആൾക്കാർ കൂടി ഒരു കാളപ്പാട്ട് ഒരു കേസറ്റ് ഇറക്കി ഇതെന്തായാലും നല്ല വിജയമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ആശംസകൾ നേരുന്നു. വേലയുടെ ആരവങ്ങൾക്കൊപ്പം ഈ പുത്തൻ ഗാനങ്ങളും നാടിന്റെ മനസ്സ് കീഴടക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. CCV ന്യൂസ്, ചേലക്കര.